എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്നിപ്പോൾ ഉള്ളത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ട്രെയിൻ സ്പോട്ടിംഗ് ബ്ലോഗാണ്. അപ്പം തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലുള്ള ചെറിയൊരു ട്രെയിൻ സ്പോട്ടിംഗ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, കേരളത്തിലെ ഏറ്റവും ബിസിയസ്റ്റ് ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷനിൽ ഒന്നാണ്. കേരളത്തിലൂടെ ഓടുന്ന ഒട്ടുമിക്ക എല്ലാ ട്രെയിനിനും ഇവിടെ സ്റ്റോപ്പുണ്ട്. രണ്ട് ട്രെയിൻ ഒഴികെ ബാക്കി എല്ലാ ട്രെയിനും നിർത്തും. ഒന്ന് എറണാകുളം നിസാമുദ്ദീൻ ദുരന്തോ എക്സ്പ്രസ്സും, രണ്ട് എറണാകുളം LTT ദുരന്തോ എക്സ്പ്രസ്സും. ഈ രണ്ട് ട്രെയിൻ ഒഴികെ ബാക്കി എല്ലാ ട്രെയിനും ഇവിടെ സ്റ്റോപ്പുണ്ട്. തിരുവനന്തപുരം ഡിവിഷൻ്റെ കീഴിൽ വരുന്ന റെയിൽവേ സ്റ്റേഷനാണ്. മൊത്തം ഇവിടെ 4 പ്ലാറ്റ്ഫോമാണ് ഉള്ളത്. അപ്പം കണ്ടേ, ഇവിടെ UTSൻ്റെ കൗണ്ടർ 2 ഉണ്ട്. പിന്നെ മെയിൻ കൗണ്ടർ ഇതാണ്. ഓക്കെ, ബാക്കി കാഴ്ചകൾ നമുക്ക് പ്ലാറ്റ്ഫോമിലേക്ക് പോയിട്ട് കാണാം. UTS കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങൾ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറുകയാണെങ്കിൽ, അതായത് റിസർവേഷൻ ടിക്കറ്റോ അല്ലെങ്കിൽ മറ്റേ യാത്രാ ടിക്കറ്റോ ഇല്ലാതെ കയറുകയാണെങ്കിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തിട്ട് മാത്രമേ സ്റ്റേഷൻ്റെ അകത്ത് കയറാൻ പാടുള്ളൂ കേട്ടോ. നമ്മൾ പ്ലാറ്റ്ഫോമിലേക്ക് കയറി വരുമ്പോഴത്തേക്ക് നമ്മുടെ VV മിസ്സായിപ്പോയി. പകരം നമ്മുടെ 16-308 കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് നമുക്ക് കിട്ടി. ഈ വണ്ടി റേക്ക് ഷെയറിംഗ് ഉള്ളൊരു വണ്ടിയാണ് കേട്ടോ. ഈ വണ്ടി മറ്റ് 2 വണ്ടികളായിട്ട് റേക്ക് ഷെയറിംഗ് ഉണ്ട്. അതിലൊന്ന് 16-305 എറണാകുളം കണ്ണൂർ ഇൻ്റർസിറ്റി ആയിട്ടും, അതുപോലെ തന്നെ 16-333 എറണാകുളം തിരുവനന്തപുരം വഞ്ചിനാട് എക്സ്പ്രസ്സുമായിട്ടാണ് റേക്ക് ഷെയറിംഗ് ഉള്ളത്. ഈ 3 വണ്ടികളും ഡെയിലി സർവീസ് നടത്തുന്ന വണ്ടിയാണ്. പിന്നെ ഈ വണ്ടികളിൽ 3 സെക്കൻഡ് ക്ലാസ് സീറ്റിംഗ് കോച്ചും 1 AC ചെയർ കാർ കോച്ചുമാണുള്ളത്. ബാക്കി ഫുള്ള് ജനറൽ കമ്പാർട്ട്മെൻ്റ് ആണ്. ഓക്കെ, പിന്നെ ഇവിടെ ലോക്കോയുടെ കാര്യം പറയാൻ വിട്ടുപോയി, ആദ്യം തന്നെ പറയേണ്ടതായിരുന്നു. ആലക്കോണം ഷെഡിൻ്റെ ഒരു ലോക്കോമോട്ടീവാണ് നമുക്ക് വരുന്നത്. 22-716 നമ്മുടെ ലോക്കോയുടെ നമ്പർ. ട്രെയിൻ നമ്പർ 16-606 തിരുവനന്തപുരം സെൻട്രൽ ടു മംഗലാപുരം സെൻട്രൽ ഏറനാട് എക്സ്പ്രസ് ആണ് വരുന്നത്. 45 മിനിറ്റ് ഡിലേ ആയിട്ടാണ് വരുന്നത്. ഒരു ആലക്കോണം ഷെഡിൻ്റെ WP4 ലോക്കോ ആണ് നമ്മുടെ വണ്ടിയുടെ ലോക്കോമോട്ടീവ്. വിജയവാഡ ഷെഡിൻ്റെ ഒരു WP7 നമ്മുടെ എറണാകുളം ബിലാസ്പൂർ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ട്രെയിൻ നമ്പർ വരുന്നത് 22-816 ആണ്. എറണാകുളം ജംഗ്ഷനിൽ നിന്നും എല്ലാ ബുധനാഴ്ചയും രാവിലെ 8:30 എടുക്കുന്ന എറണാകുളം ബിലാസ്പൂർ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. പിറ്റേ ദിവസം വൈകുന്നേരം 9:35 ഈ ട്രെയിൻ ഛത്തീസ്ഗഡിലെ ബിലാസ്പൂർ എന്ന സ്ഥലത്ത് എത്തിച്ചേരുന്നതാണ്. ട്രെയിനിൻ്റെ നമ്പർ വരുന്നത് 22-816 ആണ്. ഇതൊരു സൂപ്പർഫാസ്റ്റ് കാറ്റഗറിയിൽപ്പെട്ട ട്രെയിനാണ്. എറണാകുളത്ത് നിന്ന് എടുത്തു കഴിഞ്ഞാൽ തൃശ്ശൂർ, പാലക്കാട്, കോയമ്പത്തൂർ ജംഗ്ഷൻ
ഈറോഡ്, സേലം, കാട്ട്പാടി വഴി ആണ് ഈ ട്രെയിനിൻ്റെ റൂട്ട് വരുന്നത്. ഓക്കെ, തിരുനെൽവേലിയിൽ നിന്നും പാലക്കാട് ജംഗ്ഷൻ വരെ പോകുന്ന പാലരുവി എക്സ്പ്രസ് ആണ് കേട്ടോ വരുന്നത്. ആരക്കോണം ഷെഡിൻ്റെ ഒരു WP4 ആണ് ലോക്കോമോട്ടീവ്. ചെങ്കോട്ട, പുനലൂർ, കൊല്ലം വഴിയാണ് ഈ ട്രെയിൻ വരുന്നത് തിരുനെൽവേലിയിൽ നിന്നും പാലക്കാട് ജംഗ്ഷനിലേക്ക് പോകാനായിട്ട്. ഇതിൻ്റെ ട്രെയിൻ നമ്പർ വരുന്നത് 16791 എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഒരു വണ്ടിയാണിത്. ഈ വണ്ടിക്ക് 4 സ്ലീപ്പർ കോച്ചും ബാക്കി ഫുൾ അൺറിസർവ്ഡ് കോച്ചുമാണ്. ഈ വണ്ടി തൂത്തുക്കുടിയിലേക്ക് നീട്ടാൻ പോകാമെന്ന് പറഞ്ഞു കേട്ടു. മേ ബി ഈ വണ്ടി മിക്കവാറും തൂത്തുക്കുടിയിലേക്ക് നീട്ടുന്ന സമയത്ത് ഇതിന് കോച്ചുകൾ കൂട്ടാൻ സാധ്യത ഉണ്ടാവും. പുനലൂർ ചെങ്കോട്ട റൂട്ടിൽ ഓടുന്നതുകൊണ്ടാണ് ഈ വണ്ടിക്ക് നിലവിൽ കോച്ചുകൾ കുറവ്. ആകെ 14 കോച്ചുകൾ മാത്രമേ ഉള്ളൂ. മധുര ഡിവിഷൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു വണ്ടിയാണിത്. അവിടെ എറണാകുളം ബാംഗ്ലൂർ ഇൻ്റർസിറ്റി ആട്ടോ വരുന്നത്. അതും ഒരു ആരക്കോണത്തിൻ്റെ WP4 ലോക്കോമോട്ടീവ് തന്നെയാണ്. എറണാകുളത്തുനിന്നും എല്ലാ ദിവസവും KSR ബാംഗ്ലൂരിലേക്ക് സർവീസ് നടത്തുന്നൊരു വണ്ടിയാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ബാംഗ്ലൂർ പോകാൻ വേണ്ടി ആശ്രയിക്കുന്ന ഒരു ഡേ ടൈം വണ്ടിയും കൂടിയാണിത്. ഈ വണ്ടിക്കും LHB കോച്ച് സാങ്ഷൻ ആയിട്ടുണ്ട്. ഈ പോകുന്ന കോച്ച് നമ്മുടെ പഴയ വേണാടിൻ്റെ കോച്ചാട്ടോ ഈ കാണുന്നതൊക്കെ. LHB കോച്ച് സാങ്ഷൻ ആയിട്ടുണ്ട്. ഇനി ഇതെപ്പോൾ LHBയിലോട്ട് മാറുന്നുള്ള കാര്യം അറിയില്ല. അതേ കാലം ഇത് ഐസേഫിൽ ഓടില്ല. നമ്മുടെ സ്വന്തം ജനശതാബ്ദി എക്സ്പ്രസ് ആണ് കേട്ടോ കടന്നു വരുന്നത്. ഒരു WP7 ലോക്കോമോട്ടീവായിട്ട്. നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം 2 ജനശതാബ്ദികളിലെ ഒരു ജനശതാബ്ദി എക്സ്പ്രസ് ആണ്. ഇതിൻ്റെ ട്രെയിൻ നമ്പർ വരുന്നത് 120/76. തിരുവനന്തപുരം സെൻട്രൽ ടു കോഴിക്കോട് വരെ പോകുന്ന ഡെയിലി സർവീസ് നടത്തുന്നൊരു ട്രെയിനാണ്. ഈ ട്രെയിനിൻ്റെ കീഴിട്ടുള്ളൊരു വീഡിയോ ഞാൻ കഴിഞ്ഞ ആഴ്ച അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ആ വീഡിയോ കണ്ടിട്ടുണ്ടാകുമെന്ന് ഇരിക്കുന്നു. ഓക്കെ, ഒരു ആസാദിക അമർ മഹോത്സവിൻ്റെ ലോക്കമാണ് കാണുന്നത് ഈ റോഡ് ഷെഡിൻ്റെ. മധ്യപ്രദേശിലെ ഇൻഡോറിൽ നിന്നും പുറപ്പെട്ട് വിജയവാഡ, ചെന്നൈ സെൻട്രൽ, കാട്ട്പാടി, ജോലാർപേട്ട്, സേലം, ഈറോഡ് വഴിയാണ് നമ്മുടെ വണ്ടി കൊച്ചുവേളി വരെ പോകുന്നത്. ഒരു സൂപ്പർ ഫാസ്റ്റ് വണ്ടിയാണ് ഈ വണ്ടി.
ഇൻഡോറിൽ നിന്ന് ഈ വണ്ടി തിങ്കളാഴ്ച വൈകുന്നേരം 4:45 എടുത്തിട്ട് ബുധനാഴ്ച വൈകുന്നേരം 3:40 കൂടിയാണ് ഈ വണ്ടി കൊച്ചുവേളിയിൽ എത്തുന്നത്. 2641 കിലോമീറ്ററാണ് ഈ വണ്ടി ടോട്ടൽ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ആ വണ്ടി ഇവിടുന്ന് എടുത്ത പാടെ തന്നെ നല്ല സ്പീഡിലാണ് പോയിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ ആ വണ്ടി മെയിൻ ലൈനിലൂടെയാണ് പോകുന്നത്. കണ്ടല്ലേ, ഈ കാണുന്ന ട്രാക്കും ഈ കാണുന്ന ഈ 2 ട്രാക്കും മെയിൻ ലൈനാണ്. അതുകൊണ്ട് വണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറുന്ന സമയത്തും അവർ സ്റ്റേഷനിൽ നിന്ന് എടുത്ത് പോകുന്ന സമയത്തും നല്ല സ്പീഡിലായിരിക്കും. അതുകൊണ്ട് ഈ വഴിയൊക്കെ നടന്നു പോവുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, സൂക്ഷിച്ച് വേണം ട്രാക്കൊക്കെ കടന്നു പോകാനായിട്ട്. മാക്സിമം ഒരു എന്താ പറയുക 50 km/h വണ്ടി ഇവിടുന്ന് പോകുന്നത്. അതാണ് ഇവിടെ പെർമിറ്റിലായിട്ടുള്ള സ്പീഡ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്താണ് വണ്ടി ഇവിടുന്ന് സ്പീഡ് അവർക്ക് എടുക്കാൻ പറ്റും. എല്ലാ ബുധനാഴ്ചകളിലും കൊച്ചുവേളിയിൽ നിന്നും രാവിലെ 4:50 എടുക്കുന്ന ഈ ട്രെയിൻ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1:50 കൂടി പഞ്ചാബിലെ അമൃത്സറിൽ എത്തിച്ചേരുന്നതാണ്. ഗോൾഡൻ ടെമ്പിളൊക്കെ വിസിറ്റ് ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ട്രെയിനാണ് ഈ ട്രെയിൻ. പിന്നെ കേരളത്തിലാകെ 10 സ്റ്റോപ്പുകൾ മാത്രമേ ഉള്ളൂ. കൊങ്കൺ റെയിൽവേ വഴി പോകുന്നൊരു ട്രെയിനും കൂടിയാണ്. സൂപ്പർ ഫാസ്റ്റ് കാറ്റഗറിയിൽപ്പെട്ട ട്രെയിനാണ്. ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കിട്ടുന്ന ഒരു ട്രെയിനുകളിൽ ഒന്നും കൂടിയാണ് ഈ കൊച്ചുവേളി അമൃത്സർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. പിന്നെ ഈ ട്രെയിൻ ടോട്ടൽ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 3293 കിലോമീറ്ററാണ് ഈ ട്രെയിൻ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ്. വിജയവാഡ ഷെഡിൻ്റെ ഒരു WG9 ലോക്കോ ആയിട്ട് നമ്മുടെ ശബരി എക്സ്പ്രസ് പാസ് ചെയ്ത് പോകുന്നതാണ് കാണുന്നത്. ഞാൻ അപ്പുറത്ത് പോയിട്ട് വേറൊരു ട്രെയിനിൻ്റെ വീഡിയോ എടുക്കാൻ പോയ സമയത്തിലാണ് നമ്മുടെ ശബരി കയറിപ്പോയത്. അത് കാരണമാണ് ഇങ്ങനെ ഒരു ഇതായിപ്പോയത്. ജസ്റ്റ് മിസ്സിനാണ് അവിടെ നിന്ന് മിസ്സായിപ്പോയത്. അപ്പം ആ ഒരു ഗ്യാപ്പിൽ കൂടെ എടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത രീതിയിലായിപ്പോയത്.
ട്രെയിൻ നമ്പർ 16302 തിരുവനന്തപുരം സെൻട്രൽ ടു ഷൊർണൂർ ജംഗ്ഷൻ വേണാട് എക്സ്പ്രസ് ആണ് കേട്ടോ വന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ ഒരു പ്രസ്റ്റീജ് വണ്ടിയാണ് വേണാട് എക്സ്പ്രസ്. ഒരു ലാലാഗുഡ ഷെഡിൻ്റെ WAP-7 ലോക്കോമോട്ടീവ് ആണ് കേട്ടോ നമ്മുടെ വേണാട് എക്സ്പ്രസിൻ്റെ ഇന്നത്തെ സാരഥി. അതിൻ്റെ ഹോൺ ഏതായാലും അടിപൊളിയായിട്ടുണ്ട്. ഒരു ആന ചിഹ്നം വിളിക്കുന്ന പോലത്തെ ഒരു ഹോണാണ് അതിൻ്റെ. കേട്ടില്ലേ നിങ്ങൾ? പതിനഞ്ച് മിനിറ്റ് ഡിലേ ആയിട്ട് പുറപ്പെടുന്ന നമ്മുടെ തൃശ്ശൂർ ഗുരുവായൂർ പാസഞ്ചറാട്ടോ കേരളത്തിലൂടെ സർവീസ് നടത്തുന്ന ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ വണ്ടികളിലൊന്നാണ്. അതായത് വെറും 23 കിലോമീറ്റർ മാത്രമാണ് ഈ വണ്ടി സർവീസ് നടത്തുന്നത്. ആകെ ഒരൊറ്റ സ്റ്റോപ്പ് മാത്രമേ ഈ ട്രെയിനുള്ളൂ. തൃശ്ശൂർ വിട്ട് കഴിഞ്ഞാൽ പൂങ്കുന്നം. ഒരുപാട് റേക്ക് ഷെയറിങ്ങുള്ള വണ്ടി കേട്ടോ. പാസഞ്ചർ ട്രെയിൻ ആകുമ്പോൾ പിന്നെ എല്ലാവർക്കും അറിയാലോ റേക്ക് ഷെയറിങ്ങുള്ള. ഈ വണ്ടി ഏതൊക്കെ ട്രെയിനായിട്ടാണ് റേക്ക് ഷെയറിംഗ് ഉള്ളത് വെച്ചാൽ ആലപ്പുഴ എറണാകുളം, എറണാകുളം ഗുരുവായൂർ, ഗുരുവായൂർ തൃശ്ശൂർ, അതുപോലെ കോട്ടയം എറണാകുളം, ഇതൊക്കെ അപ്പ് ആൻഡ് ഡൗൺ സർവീസായിട്ടും ഈ വണ്ടിക്ക് റേക്ക് ഷെയറിംഗ് ഉണ്ട് കേട്ടോ. ഒരുപാട് റേക്ക് ഷെയറിംഗ് ഉള്ളൊരു വണ്ടിയാണ് കേട്ടോ ഈ പാസഞ്ചർ.
ഒരു ലാലാഗുഡ P7 ആയിട്ടാണ് നമ്മുടെ മംഗള ലക്ഷദ്വീപ് പോകുന്നത്. ഇതിപ്പം മൺസൂൺ ടൈം ടേബിൾ ആയതുകൊണ്ടാണ് ഈ ടൈമിന് പോകുന്നത്, 12 മണിക്ക് ഇവിടുന്ന് പോകുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് 2:30-ക്കാണ് ഈ ട്രെയിൻ ഇവിടുന്ന് പോകുന്നത്. എറണാകുളത്തു നിന്നും ഹസ്രത്ത് നിസാമുദ്ദീൻ വരെ പോകുന്ന ഡെയിലി സർവീസ് നടത്തുന്ന വണ്ടിയാണ് കേട്ടോ ഈ മംഗള ലക്ഷദ്വീപ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. കൊങ്കണിൽ കയറി കഴിഞ്ഞാൽ പിന്നെ സ്ഥിരമായിട്ട് ഈ വണ്ടിയിട്ട് വലിപ്പിക്കുന്നൊരു വണ്ടിയാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഓരോ വണ്ടിക്ക് വേണ്ടി പിടിച്ചിട്ട് പോകുന്നൊരു വണ്ടിയാണിത്. ഇതിപ്പോൾ ഏതായാലും തൃശ്ശൂർ ഓൺ ടൈമിന് വന്ന് പോവാണ്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ട്രെയിൻ സ്പോട്ടിങ് നിർത്തി നമ്മൾ പോവുകയാണ്. അപ്പോൾ കുറേ ട്രെയിനുകൾ നമ്മൾ കവർ ചെയ്തു. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ടും പിന്നെ കാണുമ്പോഴേക്ക് ബൈ ബൈ, സീ യു ടീം.